വീണ നായർ ഇപ്പോൾ തിരക്കിലാണ്. പുതിയതായി പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം അഭിനയത്തിന്റെ തിരക്കുകളും മകൻ അമ്പാടിയുടെ കാര്യങ്ങളും നോക്കാനുമുണ്ട്. തന്റെ വിശേഷങ്ങളെല്ലാം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവെക്കവേ ഇതുവരെ കാണാത്ത സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീണ നായരെ കാണാൻ പ്രേക്ഷകർക്ക് സാധിക്കും. ജീവിതം തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റി, അനുഭവങ്ങൾ കൂടുതൽ പരുവപ്പെടുത്തി എന്നാണ് വീണ നായർ പറയുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും മരണം തന്നെ ഒറ്റപ്പെടുത്തിയിരുന്നു. ആ കാലത്തെ അതിജീവിച്ചു വന്നു. പിന്നീട് ചേട്ടൻ മാത്രമായിരുന്നു ആശ്രയം. സിനിമാ തിരക്കുകളും കുടുംബജീവിതവും ഒക്കെ ആയപ്പോൾ ചേട്ടനുമൊപ്പമുള്ള സമയവും കുറഞ്ഞിരുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും എന്തുകൊണ്ടോ എന്നും വിളിക്കുന്ന ഒരു ബന്ധമായിരുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം ചേട്ടന് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്താണ് ആ വില ഞാൻ തിരിച്ചറിഞ്ഞത്. അച്ഛനും അമ്മയും പോയതുപോലെ ചേട്ടനും എന്നെ വിട്ട് പോകുമോ എന്ന പേടി. ആ സംഭവത്തിന് ശേഷം ചേട്ടനുമായി പഴയതിലും അടുത്ത ബന്ധമായി. ചേട്ടത്തിയമ്മയും ചേട്ടനുമൊക്കെയായി ഞാൻ ഇപ്പോൾ എന്നും സംസാരിക്കാറുണ്ട്. ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കി കഴിയുന്നത്ര സമയം എല്ലാവർക്കുമൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കാറുണ്ട്. കല്യാണ ബന്ധം വേർപിരിഞ്ഞത് തുടക്കത്തിൽ വേദനയായിരുന്നു. പക്ഷേ അത് തിരിച്ചറിയാൻ സമയമെടുത്തു. കണ്ണൻ നല്ല വ്യക്തിയാണ്. വിവാഹബന്ധം വേർപിരിഞ്ഞത് തീർത്തും ഞങ്ങളുടെ പേഴ്സണലായ കാര്യത്തിലാണ്. അതിന് ബിഗ് ബോസിനോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായ ആൾക്കോ യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിന് നല്ലയാളെയാണ് ഇപ്പോൾ കിട്ടിയത്. കണ്ണൻ ഹാപ്പിയാണ്, ഞാനും. ആ സൗഹൃദം എന്നും ഉണ്ടാകും. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായി ഇനി ഞങ്ങൾക്ക് പറ്റില്ല. അതേസമയം അച്ഛൻ അമ്മ എന്ന നിലയിൽ ഞങ്ങൾ അമ്പാടിക്ക് എന്നും നല്ല പേരൻസ് ആയിരിക്കും. അവൻ്റെ സന്തോഷം ഞങ്ങൾ ഉറപ്പുവരുത്തും. മകനും ഹാപ്പിയാണ്. നേരത്തെ എല്ലാ കാര്യത്തിനും കരയുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പോൾ അങ്ങനെയല്ല. ഇമോഷണലായി ഇനി എന്നെ തകർക്കാൻ ഒന്നിനും കഴിയില്ല. ഇനിയൊരു ക്യാമറയുടെ മുന്നിലും കരയില്ല എന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്. വിശ്വസിച്ച കൂട്ടുകാരിൽ നിന്ന് പോലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വണ്ണത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും എല്ലാം പലരും കളിയാക്കി. പക്ഷേ ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഇനി എന്നെ മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഹാപ്പിനെസ് എൻ്റേത് മാത്രമാണ്. ജീവിതത്തിൽ ഇനി എന്ത് വേണം എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല പ്ലാനിംഗ് ഉണ്ട്. എൻ്റെ അടുത്ത 10 വർഷം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് വലുതാക്കണം. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഞാൻ ഹാപ്പി ആയിരിക്കണം. നല്ല ഒരു പാർട്ട്ണർ വന്നാൽ കല്യാണം കഴിക്കാവുന്ന കാര്യവും ചിന്തിക്കും. പക്ഷേ നിലവിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങും ഇല്ല. പറയുന്നവർ പറയും, ചെയ്യുന്നവർ ചെയ്യും. എൻ്റെ കാര്യത്തിൽ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അനുഭവിക്കേണ്ടതും ഞാൻ മാത്രമാണ് എന്നും വീണ നായർ പറഞ്ഞു.